السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي خص هذه الأمة المحمدية بما ادخر لها من الفضائل السنية، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خير البرية. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹിമഹുല്ലാ നൂറുൽ ലംഅ ഫി ഖസായിസിൽ ജുമുഅ ചൊല്ലുടെ ഒരു റിസാല ജുമുഅ നാളിൻ്റെ പ്രത്യേകതകളെ വിശദീകരിക്കണമെത്ത കിതാബ്. ഹിജ്റ 911 ജുമാദൽ ഊല 10 ഒരു വെള്ളിയാസരണ്ട് ജാവുകു വഫാത്തായെത്ത മഹാനാണ് ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു. ഗ്രന്ഥലോകത്തെ വിസ്മയാണ്. ആ മഹാന്റെ ಬಗ್ಗೆ മാത്രം ചൊല്ലെങ്കിൽ വിശാലമായി ചൊല്ലുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വിശദീകരിക്കാം. ആ മഹാൻ ധാരാളം കിതാബുകൾ, റിസാലങ്ങൾ സുയൂത്തി ഇമാം സ്പർശിക്കാത്ത ഒരു വിഷയവും ഇക്കാലെ എല്ലാത്തിലും സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു കിതാബുണ്ട്. ആ മഹാൻ രചിച്ചെങ്കത്തൊരു ചെറിയ റിസാലയാണ് 100 പേജുള്ളത്. നൂറുൽ ലംഅ ഫി ഖസായിസിൽ ജുമുഅ ചൊല്ലെങ്കത്ത് അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ രചിച്ചെങ്കത്ത കിതാബ്. ಅದರ തുടക്കത്തിൽ മഹാൻ ചൊല്ലു. പിന്നെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഇബ്നുൽ ഖയ്യിം ചൊല്ല ആള് ജുമാ നാൾക്ക് 20 ചില്ലാര ഖുസൂസിയത്ത് മഹത്വാണ് എണ്ണിരെ. അതിരാട്ടി ഡബിൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയില്ല, അഥവാ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം പൂർത്തിയാക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചിരെ. 100ഓളം മഹത്വങ്ങളാണ് ഈ കിതാബുൽ ഇമാമുന സുയൂത്തി റഹിമഹുല്ല എണ്ണിയോണ്ടുള്ളത്. അതിൽ അൽ ഖുസൂസിയത്തുൽ ഊല ഒന്നാമത്തെ പ്രത്യേകത അത് അന്നഹു ഈദു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തൊരു പെരുന്നാളാണ്, പെരുന്നാൾ പോലെയാണ്, ആഘോഷമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ തൊട്ട് റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ. വെള്ളിയാഴ്ച വരുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷാവും. വെള്ളിയാഴ്ച സാധാരണ റജ പണ്ട് മുതലേ ഉള്ളത്. എന്തികാണത്? അത് യൗമുൽ ജുമുഅത്തുള്ള ഒരുക്കത്ത് കാണും. അൽ കഹഫ് ഓതുറുതും ധാരാളം സ്വലാത്ത് ചൊല്ലുറുതും പ്രത്യേകം വിവിധങ്ങളായ സുന്നത്തുണ്ട്. അതിരാവിലെ പള്ളിക പോയിട്ട് നിസ്കരിച്ചോണ്ട് ഇബാദത്തെടുത്തോണ്ട് ഇന്ന പൂർവ്വകാലത്തെ മഹാന്മാരിന്നാറ്. ഇതെല്ലാം ബിസിയായി പോയപ്പ പല ഇബാദത്തുക്കും നമുക്ക് സമയം കിട്ടാത്തെങ്കത്ത അവസ്ഥ. വെള്ളിയാഴ്ച ജാവുടെ മഹത്വവും വെള്ളിയാഴ്ചയുടെ മഹത്വവും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പോലെ സ്വലാത്ത് ചെല്ലുകും നമുക്ക് പുറുസത്തില്ല. വെള്ളിയാഴ്ച 2 ജുമുഅത്ത് ഇമാം ഖുതുബത്ത് കയറിയൽ പിന്നെ, അല്ലെങ്കിൽ നിസ്കാരത്ത് കൈകെട്ടിയൽ പിന്നെ വന്നിട്ട് രണ്ടാമത്തെ സലാം വീട്ടാട്ടി മുന്നിൽ ഓടിപ്പോണ്ടെങ്കത്ത് ബിസിയാണ്, അർജൻറ്റാണ്, ഭയങ്കര അർജൻറ്റാണ് ഞങ്ങളെപ്പോലത്തെ ആൾമാർ. യഥാർത്ഥത്തിൽ ഈ അർജൻറ്റിൽ എന്ത് നേടുകയാണ് ഞങ്ങൾ പോണ്ടേന്ന് ഞങ്ങൾക്കേ കൊന്നില്ല. ഒട്രാസി പോണ്ടേ, എവിടേക്ക് പോണ്ടവ അള്ളാഹു ആലം. ഒരു ചെറിയ ടൈമും വെള്ളിയാഴ്ച മഹത്വം മനസ്സിലാക്കി നമുക്ക് യൂസാക്കുകൂ മീസലിടുകൂ സാധ്യാവില്ലാണ്ടായെങ്കിൽ അത് വല്ലാത്ത ദുരവസ്ഥയാണ്. ഏത് ബിസി വന്നെങ്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്തും ഒഴിവാക്കിക്കൊണ്ടില്ലെന്ന് വെള്ളിയാഴ്ച 2 ഓടി പോണ്ടെങ്കത്തെ ഞങ്ങളെപ്പോലത്തെ ആൾമാർ, അവസാനം വന്ന് പെട്ടെന്ന് ഓടിപ്പോണ്ടെങ്കത്തെ ഞങ്ങളെപ്പോലത്തെ ആൾമാർ പല കാരണങ്ങൾ ചൊന്നിട്ടു ഇബാദത്ത് ഒഴിവാക്കടെ, സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കടെ, പലതും ഒഴിവാക്കടെങ്കത്തെ ആൾമാർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹ് ഹിജ്റ 8 മക്കത്ത് വന്നപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ ളുഹാ നിസ്കാരത്തെ അധ്യായത്തിലെല്ലാം വിശദീകരിക്കട് അയിമ ചൊന്ന ഹദീസ് അബൂ ത്വാലിബിയുടെ മോള് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഔത്തുക്ക് വന്ന് 8 റക്അത്ത് ളുഹാ നിസ്കരിച്ചിട്ട് സുബ്ഹാനല്ലാഹ്. ഏറ്റവും തിരക്കുള്ളെങ്കത്തൊരു നാളാണ് മക്കം ഫത്ഹ്, മക്ക ദിഗ്വിജയ, മക്ക പൂർണ്ണമായും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധീനത്ത് വേണ്ട നാൾ, എല്ലാ ശത്രുങ്ങൾ പേടിച്ച് വിറച്ചോണ്ടുള്ളെങ്കത്ത നാൾ, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കണമെങ്കത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരും ഓരോ കർത്തവ്യ നിഭാവനാക്കൂ, ചൊന്നു കൊടുക്കുകൊണ്ട്, ഉപദേശിക്കുകൊണ്ട്, നിർദ്ദേശം കൊടുക്കുകൊണ്ട് ബിസിയാണ്, വല്ലാത്ത ബിസിയാണ്. 2 വരെ 8 റക്അത്ത് ളുഹാ നിസ്കാരം പൂർണ്ണമായി നിസ്കരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് കൺസെഷൻ ഇല്ല. അള്ളാഹുടെ മുട്ട അടുക്കണമെങ്കത്തെ ത്വാഅത്ത് ഒഴിവില്ല, അതെപ്പോഴും വേണം. പല കാരണങ്ങൾ ചൊന്ന് ഒഴിവാക്കട ഞങ്ങളെപ്പോലത്തെ ആൾമാർക്ക് വലിയ സന്ദേശമാണ് ഇവിടെ തന്നോണ്ടുള്ളത്. അതുകൊണ്ട് യൗമുൽ ജുമുഅ യൗമുൽ ജുമുഅത്തെ ಬಗ್ಗೆ ക്ലാസ് എടുത്തിട്ട് യൗമുൽ ജുമുഅ വിശാലമായ ഇബാദത്ത് മീസലിടുണായെങ്കത്തെ നാളും ജാവാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലി ഇണ്ടത്തെ നാൾ പെരുന്നാളുടെ നാളാണ്. അള്ളാഹു അത് മുസ്ലിമീങ്ങാക്കിട. ഫമൻ ജാഅ ഇലൽ ജുമുഅ ഫല്യഗ്തസിൽ, ഒരാൾ ജുമുഅത്ത് കൊണ്ടുണ്ടായെങ്കിൽ അവൻ കുളിക്കട്ട്. അവൻ്റെ മുട്ട സുഗന്ധമുണ്ടെങ്കിൽ ഫല്യമസ്സ മിൻഹു, അതിൽ നിന്ന് അവൻ തൊടട്ട്. വഅലൈക്കും ബിസ്വാക്ക്, മിസ്വാക്കാക്കട്ട്, പല്ല് തേക്കട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടർ മആശിറൽ മുസ്ലിമീൻ ഇന്ന ഹാദാ യൗമുൻ ജഅലഹു അല്ലാഹു ലക്കും ഈദൻ ഫഗ്തസിലു വഅലൈക്കും ബിസ്വാക്ക്. അള്ളാഹു നിങ്ങൾക്കാക്കി തന്നെങ്കത്തെ ഏറ്റവും നല്ല ഈദാണ്, പെരുന്നാളാണ്, ആഘോഷമാണിണ്ട്. അതുകൊണ്ട് സയ്യിദുൽ അയ്യാമാണ്, നാളുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള നേതാവായ നാളാണ് യൗമുൽ ജുമുഅ. അതുകൊണ്ട് ആ ദിവസത്തെ മഹത്വം നിങ്ങൾ കണക്കിലെടുക്കുറുണ്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങൾക്ക് പടിപാട്ടി തന്നോണ്ടുള്ളേ. യൗമുൽ ജുമുഅത്തണ്ട് മാത്രം നോമ്പ് നോക്കൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിരോധിച്ച ഹദീസുണ്ട്. അതുക്ക് മുന്നൊല അല്ലെങ്കിൽ അതിൽ പിന്നമ നോമ്പ് തുടർന്ന് പിടിക്കിടങ്കൊക്കെ വെറും യൗമുൽ ജുമുഅത്തണ്ട് നോമ്പെടുക്കൽ കറാഹത്ത്. യൗമുൽ ജുമുഅ ഇതര ധാരാളം ഇബാദത്തുക്ക് സീമിതാക്കണായതാണ്. അണ്ട് ചിലപ്പോൾ നോമ്പെടുത്തെങ്കിൽ ക്ഷീണം പിടിച്ചു പോവൺ, അണ്ട് മാത്രം പ്രത്യേകമാക്കൽ, അണ്ട് മാത്രം പിടിക്കില്ല, മുന്നൊല പറക പിടിക്കില്ല എങ്കിൽ അത് കറാഹത്ത്, മഹാന്മാർ പടിപാട്ടറാണ്. അപ്പോൾ യൗമുൽ ജുമുഅ അതിൽ തഅദീമുണ്ടാവണു, ആദരിക്കപ്പെടണു, മഹത്വമുള്ളതാണ് യൗമുൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബല്യാസ രണ്ടത്തെ സുബഹിൽ അലിഫ് ലാം മീം തൻസീല സജദ സൂറത്തും ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ചൊല്ല സൂറത്ത് ഓതിയൊണ്ടിന്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഓതിയൊണ്ടിന്ത് അതോതൽ സുന്നത്താണ്. അതോതൽ സുന്നത്തിട്ടാണ് മഹാന്മാർ പടിപാട്ടർ. അതിൽ പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പുടെ വകയും ഖിയാമത്ത് നാളുടെ അഹ്വാളുടെ വകയുമുണ്ട്. ഖിയാമത്ത് നാളുണ്ടാവുടെ യൗമുൽ ജുമുഅത്തണ്ടാണ്. അപ്പോൾ യൗമുൽ ജുമുഅത്തണ്ടത്തെ സുബഹിൽ അതോതൽ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടർ. അതുപോലെ അണ്ടത്തെ സുബഹി നിസ്കാരം അള്ളാഹുടെ മുട്ട ഏറ്റവും മഹത്വമുള്ള നിസ്കാരമാണ്. ഇന്ന അഫ്ളലസ് സ്വലവാത്തി ഇൻദല്ലാഹി സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅ ഫീ ജമാഅ. അള്ളാഹുടെ മുട്ട ഏറ്റവും മഹത്വമുള്ള നിസ്കാരം ജുമാ നാളിലണ്ട് ജമാഅത്തായി സുബഹി നിസ്കരിക്കരുതാണ് ഒരു ഹദീസിൽ കാണ്ട്. ആ ഫജ്ർ നിസ്കാരത്തെ ജമാഅത്ത് കൂടിയെങ്കെത്ത ആളുകൾ ഇല്ല മഗ്ഫൂറല്ല, അവന് പൊറുക്കപ്പെട്ട രൂപത്തിലല്ലാതെ ബണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നെങ്കെത്ത ഹദീസാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയെങ്കെത്ത ഹദീസാണ്. പിന്നെ യൗമുൽ ജുമുഅത്തണ്ടുള്ളത് ജുമാ നിസ്കാരമാണ്, ഏറ്റവും മഹത്വമുള്ളത്. അത് 2 റക്അത്താണ്. ബാക്കി നാളിലെല്ലാം ളുഹുർ നാളാണ്, അണ്ട് ജണ്ടാണ്. 2 റക്അത്ത് ജുമാ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നൊരു ഹദീസ് കാണ്ട് അൽ ജുമുഅത്തു ഹജ്ജുൽ മസാക്കീൻ, പാവപ്പെട്ട ആൾമാർ ഹജ്ജാണ് ജുമുഅ. ജുമുഅ പാവപ്പെട്ട ആൾമാർ ഹജ്ജാണെന്ന് ചൊല്ലെങ്കത്തൊരു ഹദീസ്. അപ്പോൾ ജുമാ നിസ്കാരം അതുപോലെ അണ്ട് ജുമാ സൂറത്തോതരെ മുനാഫിഖീൻ സൂറത്തോതരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജുമാ നിസ്കാരത്തിൽ സൂറത്തുൽ ജുമുഅ ഓതിയോണ്ടിന്ത്. ഇദാ ജാഅകൽ മുനാഫിഖൂൻ ചൊല്ല സൂറത്ത് ഓതിയോണ്ടിന്ത്. അപ്പോൾ ആ സൂറത്തോതൽ സുന്നത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജുമാ സൂറത്ത് ഓതണു മോമിനീങ്ങളെ പ്രോത്സാഹിക്കൊണ്ടിന്ത്. മുനാഫിഖീൻ സൂറത്ത് ഓതണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ടിയോണ്ടിന്ന്. അതുപോലെ യൗമുൽ ജുമുഅത്തണ്ടത്തെ ജുമാ നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ്. 40 ആൾമാർ വേണം, റായത്തെ എണ്ണപ്പെട്ടൊരു ജാഗിലാവണം. ഇതെല്ലാം പ്രത്യേകം മഹത്വങ്ങളാണ് അതുക്കുള്ളേ. അതുപോലെ അതിരത്തൊട്ട് പിന്തിരങ്കത്തെ ആൾമാരെ കറിക്കുകയെന്നാണ് ഉദ്ദേശിച്ചാൻ ചെന്ന ഗാംഭീര്യത്തിടെ മേൽ അറിയിക്കട ഗംഭീരാണത്. ജുമാ നാളുടെ ജുമക്ക് പോവാത്തെങ്കത്തെ ആൾമാർ സുബ്ഹാനല്ലാഹ് പലപ്പോഴും ജുമാ കട്ടാക്കിടങ്കത്തെ ആൾമാരുള്ളാർ. പെരുന്നാൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുകൊണ്ടാർ. പെരുന്നാൾ നിർബന്ധം, ഇത് സുന്നത്തും ചെന്ന പോലെ ആ രൂപത്തിലാവടു പാടില്ല ജുമാ നിസ്കരിക്കാത്ത ആൾമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ഹദീസ് ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസ് ثم ഉഹ്രിഖ അലാ ഖൗമിൻ യതഖല്ലഫൂന അനിൽ ജുമുഅ ബുയൂതഹും. ജുമാ നിസ്കാരത്തുക്ക് വരാത്ത ആൾമാർ കൂടെ ഞാൻ നിസ്കരിക്കോ വേറൊരാളെ ഏൽപ്പിച്ച് ഞങ്ങൾ ഔത്തുപോയിട്ട് ഞങ്ങൾ അവകത്തുവാട്ടോ എന്നാണ് ഉദ്ദേശിച്ചാൻ ചൊന്നെങ്കിൽ അത്രയും വലിയ ഗംഭീരാണത്. വലിയ ജാഗ്രതയിൽ എടുക്കണുണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുകൊണ്ടുള്ള ജുമുഅ ഒരിക്കലും ഒഴിവാക്കപ്പെടുള്ളതല്ല. ജുമാ ഒഴിവാക്കിയ ആളെ കൽബുടെ മേൽ സീൽ വെക്കപ്പെട്ടിട്ടാണ്. ലയന്തഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅ ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം. ജുമാ ഒഴിവാക്കിടത്തൊട്ട് ആൾമാർ അറ്റമാവട്ട ഒഴിവാക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ കൽബുടെ മേൽ അള്ളാഹു സീൽ വെക്കട. പിന്നെ അവൻ സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, അശ്രദ്ധന്മാരിൽ പെട്ടുകൊണ്ട.
മൻ തറക സലാസ ജുമഇൻ തഹാവുനം ബിഹ, 3 ജുമ ഒരാൾ നിസ്സാരമാക്കിയത് ഒഴിവാക്കിയാണ്ടെങ്കിൽ തൊബ അല്ലാഹു അലാ ഖൽബി, അവൻ്റെ കൽബുടെ മേൽ അള്ളാഹു സീൽ വെച്ചാണ്ട. പിന്നെ എന്തും അവനു കിടക്കില്ല, എന്തും ശരിയാവില്ല, അവൻ്റെ കൽബുടെ മേൽ സീലാണ്. ഓഹോ മുനാഫിഖുൻ, അവൻ മുനാഫിഖായി പോണ്ട. നിഫാഖയുടെ സീല് കൊണ്ടാണ് അവൻ്റെ കൽബുക്ക് സീല് വെക്കടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇത് പടിപാട്ടി തന്നോണ്ടുണ്ട്. നിങ്ങൾ ജുമാഅത്തുക്ക് പോറു, ഇമാവിടെ മുട്ട നിൽക്കുറി, എവിടെവിടമാ ദൂരെ പോയിട്ട് ചാഞ്ഞ് നിൽക്കടല്ല, എതിരെതിർ പോവാ. ജുമാഅത്തെ തൊട്ടു പിന്തിര ആള് അവസാനം സ്വർഗത്തെ തൊട്ടും പിന്തിപ്പോവാ. സ്വർഗത്തെ ആളായിട്ടിക്കു ചിലപ്പോൾ അയാൾ ജുമാഅത്തൻ്റെ പിറക് നിൽക്കുമ്പോൾ സ്വർഗത്തെ തൊട്ടും പിന്തി പോവാ. അവസാനം സ്വർഗത്ത് കിടക്കണമെങ്കിൽ അവസ്ഥ വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ എത്രമാ ഹദീസ് ജുമാ നാളുടെ മഹത്വത്തെ ಬಗ್ಗೆ നമുക്ക് പടിപാട്ടി തന്നോണ്ടുണ്ട്. അള്ളാഹു അതിലെല്ലാം പാലിക്കുകയും സ്വീകരിക്കുകയും നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട ഇമാം അസ്സയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കണമെങ്കിൽ യൗമുൽ ജുമുഅത്തെ ഖുസൂസിയത്ത്, പ്രത്യേകതകൾ, മഹത്വങ്ങൾ. ആ കൂട്ടത്തിൽ ജുമുഅ ഒരാൾ കാരണമില്ലാണ്ട് ഒഴിവാക്കിയെങ്കിൽ അവനു ദീനാറ് കൊണ്ട് സ്വതക്ക കൊടുക്കട്ട്, അതൊരു ചെറിയ പരിഹാരം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിയ ഹദീസുണ്ട്. അതുപോലെ ജുമുഅത്തണ്ട് ഖുതുബ, അതൊരു പ്രത്യേകതയാണ്. അണ്ടത്ത് അതൊരു മഹത്വമുള്ള ഇബാദത്താണ്. അത് ഖുതുബയാണ്, ഇബാദത്താണ്. അൽ ഇൻസാത്ത്, പിന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കടെ. ഇദാ ഖുൽത ലി സാഹിബിക അൻസിത് യൗമൽ ജുമുഅത്തി വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗ. ജുമാ നാളുണ്ട്, നീ മുണ്ടാതിക്കുണ്ട്, നിന്റെ ചങ്ങായിരൊട്ടിಗೆ ചൊന്നെങ്കിൽ ഇമാമ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ അനാവശ്യം ആക്കിയാളെ പോലെ. വെള്ളിയാസരണ്ട് ഖുതുബ ഓതുമ്പോൾ ഇമാം ആറും മുണ്ടിപ്പോണു തീറ, മുണ്ടുമ്പ ഉണ്ട് ഇബാദത്ത് പൊളിഞ്ഞു പോണ്ടു, മൂലൽ തെച്ചിട്ട് പരസ്പരം മുണ്ടേ മീറ്റിംഗ് ആക്കടെ. സുബ്ഹാനല്ലാഹ്, ജുമുആൻ ചൊല്ല ഏറ്റവും ഗൗരവമുള്ള മഹത്വമുള്ള ഇബാദത്തിൻ്റെ ബലമേ കളഞ്ഞ പോലെ ഒരു ക്യാറുമില്ലാണ്ട് കെയർലെസ് ആയിട്ട് ഒട്രാസ് ജുമാ നാളിലുണ്ട് പറഞ്ഞു തീറ. ജുമാ നാളിലുണ്ട് നല്ല അദബുൾ, നല്ല കുളിച്ചിട്ട്, നല്ല ഡ്രസ്സ് ഇട്ടിട്ട്, നല്ല തലമറച്ചിട്ട്, സുഗന്ധമെല്ലാം പൂശിട്ട്, നല്ല പുതിയാപ്പിളയുടെ പോലെ അള്ളാഹുടെ പള്ളി ഇബാദത്തുക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എത്ര മഹത്വങ്ങളാണ് പടിപാട്ടു. മൻ തവല്ലഅ യൗമൽ ജുമുഅത്തി ഫഅഹ്സനൽ വുളുഅ, ഒരാൾ ജുമുഅത്തണ്ട് വുളു എടുത്ത് നല്ല വുളുവാണ്, പൂർണ്ണമായി സുന്നത്തെല്ലാം പാലിച്ച്, എന്നിട്ട് ജുമുഅത്തുക്ക് പോയി ശ്രദ്ധിച്ച് കേട്ടാണ്ടായെങ്കിൽ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅ, ഈ ജുമുഅയും അടുത്ത ജുമുഅത്ത് ഇടയിലുള്ളത് അവനുക്ക് പൊറുക്കപ്പെടുക 3 നാൾ യാറമേ. അതേ സമയത്ത് അവിടെ പോയിട്ട് അനാവശ്യമാക്കിയ കല്ല് തൊട്ടോണ്ടു, അതുപോലെ മൊബൈൽ ഞെക്കോണ്ടു, എന്തെല്ലാം ആക്കിയോണ്ട് ഇന്നാണ്ടായെങ്കിൽ അവന് അനാവശ്യം ആക്കിയെത്ത ആളിൽ പെട്ടുപോയാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസ് നമുക്ക് പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇങ്ങനെ തുടങ്ങി അണ്ട് ധാരാളം മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പടിപാട്ടി തന്നിട്ട്. ജുമുഅത്തെ മഹത്വം, ഖുതുബത്തെ നേരത്ത് അതിനെ ശ്രദ്ധിച്ച് കേൾക്കണു. അത് പ്രത്യേകം പ്രത്യേകം ഇബാദത്താണ് ജുമുഅ. അതുപോലെ ജുമുഅത്തുള്ള കുളി, മൻ ജാഅ മിൻകുമുൽ ജുമുഅത ഫല്യഗ്തസിൽ, ജുമുഅത്തുക്ക് പോകുമ്പോൾ കുളിച്ചു പോവട്ടുണ്ടാണ്, അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ട്. അതുപോലെ ജുമുഅത്തണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെടൽ, അതിലും അജ്റൈനി 2 പ്രതിഫലം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ട്. ഇബാദത്തുകൾ നല്ല ഉദ്ദേശ്യങ്ങളെ കൊണ്ട് ഏത് ഖൈറാക്കുമ്പോൾ, നല്ല നീയത്തുണ്ടാവുമ്പോൾ അതിൽ വലിയ പ്രതിഫലം കിട്ടുന്നുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ്. അതുപോലെ മിസ്വാക്കാക്കു സുന്നത്ത്, നല്ല സുഗന്ധം ഇടേ, എണ്ണ ഇടേ, അതുപോലെ നഖവും, അതുപോലെ അനാവശ്യ മുടികളെല്ലാം നീക്കടേ, അതെല്ലാം ഉണ്ടാക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ട്. ജുമാ നാളിൽ ഉഗറെടുക്കുകയും മീശ വെട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടി കൊടുത്തോണ്ടിന്ത്. ഒരാൾ ജുമാ നാളിൽ നഖം വെട്ടിയാണ്ടായെങ്കിൽ അടുത്ത ജുമാം വരെ മോശത്തെ തൊട്ടോണ്ട് കാക്കപ്പെട്ടിട്ടാണ് ഒരു ഹദീസിൽ കാണുക സാധ്യമാവും. അതുപോലെ ഏറ്റവും ചന്തത്തെ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുക. ആൾമാർക്ക് എന്നും 30 ആക്കാണ്ട് നല്ല റാഹത്തിൽ പള്ളിക്ക് പോയി അവൻ ശ്രദ്ധിച്ച് കേട്ടാണ്ടായെങ്കിൽ ഈ ജുമാഅത്തെയും അടുത്ത ജുമാഅത്ത് ഇടൽ അവനുക്ക് പൊറുക്കപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പെഷ്യൽ ഡ്രസ്സിന് പെരുന്നാളിലും 2 പെരുന്നാൾക്കും ജുമാഅത്തുക്കും ധരിക്കുകയുണ്ടാണ്. അപ്പം അങ്ങനെ ജുമാഅത്തണ്ട് ഒട്രാസി വണ്ടല്ല, നല്ല ഡ്രസ്സ് ഇട്ടിട്ട്. അതുപോലെ തലകെട്ടുകെട്ടൽ സുന്നത്താണ്. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലാ അസ്ഹാബിൽ അമാഇമി യൗമൽ ജുമുഅ, ജുമാ നാളിലുണ്ട് തലകെട്ടുകെട്ടറങ്കെത്താൽമാർ അങ്ങളെ മേൽ അള്ളാഹും മലായിക്കത്ര കരുണയും ഇസ്തിഗ്ഫാറും ഇക്കിടുകിട്ട് ഒരു ഹദീത്തിൽ ഒരു പക്ക കാണാൻ സാധ്യമാവും. ഇങ്ങനെ പലതും ഉണ്ട്. തബ്ഖീറുൽ മസ്ജിദ്, പള്ളിക്ക് പുകയിട്ടേ, അഥവാ പള്ളി നല്ല മണപ്പിക്കടെ, പള്ളിക്ക് നല്ല
സുഗന്ധം വരും പോലെ ആക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനെ പടിപ്പാട്ടി ഒരു ഹദീത്ത് കണ്ട് എല്ലാ ജുമാഅത്തും അങ്ങനെ ആക്കുമ്പോൾ പള്ളി നല്ല മണപ്പിക്കടെ. അതുപോലെ ജുമാഅത്ത് എത്രയും പെട്ടെന്ന് വേഗം പോണ്ടേ. അങ്ങനെ ഒന്നാമത്തെ സമയത്തിൽ പോയ ആൾക്ക് ഒൻട്ട അറുത്തു കൊടുത്തെങ്കിത്ത പ്രതിഫലം, രണ്ടാമത്തെ ടൈമിൽ പോയ ആൾ പശു അറുത്തു കൊടുത്ത പ്രതിഫലം, മൂന്നാമത്തെ ടൈമിൽ പോയ ആൾ കൊമ്പുള്ള നല്ല ആടറുത്തു കൊടുത്ത പ്രതിഫലം, നാലാമത്തെ ടൈമിൽ പോയ ആൾ കോഴി അറുത്തു കൊടുത്ത പ്രതിഫലം, അഞ്ചാമത്തതിൽ പോയ ആൾ മുട്ട സദക്ക കൊടുത്ത പ്രതിഫലമാണ്. ഇത്രയും വലിയ പ്രതിഫലങ്ങൾ കിട്ടുക. യഥാർത്ഥത്തിൽ ഒരു ഒണ്ട കിട്ടുന്നുണ്ടായെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു ആട് കിട്ടുന്നുണ്ടായെങ്കിൽ എത്ര ക്യൂ ഇക്കത്ത്, അവിടെ എത്ര റഷിക്കത്ത് തിരക്കിക്കത്ത് ജുമാ നാളുടെ നിയന്ത്രിക്കുക എല്ലാവർക്കും കഷ്ടാവും. പക്ഷേ ഇത് ഇപ്പം കിട്ടുന്നതല്ല. പിന്നെ അള്ളാഹു ഇത് തണ്ട ഈ പ്രതിഫലം അള്ളാഹുവാണ് വാഗ്ദാനാക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങാണ് ചെല്ലെ. അതുകൊണ്ട് ഈ മഹത്വം നാളെ സ്വർഗത്തിൽ നമുക്ക് കിട്ടുക സാധ്യമുണ്ട്. ഇത്രയും വലിയ പ്രതിഫലങ്ങളെ കൊണ്ട് നിറഞ്ഞിക്കത്ത ഒരു നാളാണ് യൗമുൽ ജുമുഅ. അതേ സമയത്ത് ഇമാമ ഖുതുബത്തുക വന്നിട്ടുണ്ടായെങ്കിൽ മലായിക്കത്തിന് എല്ലാവരും ഖുതുബത്തുക വേണ്ടാറ് യസ്തമിഊന ദിക്ര. പിന്നെ വന്നവന് കണക്ക് കിക്കില്ല, ഇങ്ങളെ ലിസ്റ്റിൽ അങ്ങ് ഇക്കില്ല, ഇങ്ങ ഖുതുബ കേൾക്കുക അവിടെ വേണ്ടാറുണ്ടാണ്. ജുമാ നാളിലുണ്ട് പള്ളിയുടെ ഓരോ ഡോറിന്റെ മുട്ട മലക്ക് കഴിക്കുവാറുണ്ടാണ്. ആദ്യം വന്നാറ് എഴുതാറ്. അതേസമയത്ത് ഇമാം മിമ്പറിൽ വന്ന് വെച്ചെങ്കിൽ ഇങ്ങളെ ഏടെല്ലാം ചുരുട്ടാറ് ഖുതുബ കേൾക്കുക അങ്ങ് വണ്ടാറുണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ്. ഇങ്ങനെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ് നമുക്ക് പടിപ്പാട്ടി തന്നോണ്ടുള്ളേ. അപ്പോ ജുമാ കഴിഞ്ഞിട്ട് എല്ലാ ഇബാദത്തുകളും ആയാൽ പിന്നെയാണ്. അതുപോലെ ജുമാഅത്തുക്ക് പോകേണ്ട ആൾക്ക് ഓരോ ചവിട്ടടിക്കും പ്രതിഫലമുണ്ട്. ജുമാ നാൾ രണ്ട് കുളിച്ച് നല്ല ക്ലീനായിട്ട് അതിരാവിലെ പോയ, നടന്നുപോയ, വാഹനത്തിലല്ല നടന്നുപോയ, ഇമാമിയുടെ മുട്ട തെച്ച, ശ്രദ്ധിച്ച് കേട്ട, ഒരു അനാവശ്യവുമാക്കിയില്ല എങ്കിൽ ഓൻ്റെ ഓരോ ചവിട്ടടിക്കും പിന്നെ ചവിട്ടടിക്കും വലിയ പ്രതിഫലം ഉണ്ടോ. ബിക്കുൽ ഖത്വത്തിൻ ഒരു വർഷത്തെ അമൽ നോമ്പുടെ പ്രതിഫലം കിട്ടു, നിന്റെ നിസ്കരിച്ചെങ്കിത്ത പ്രതിഫലം കിട്ടുന്നുണ്ടാണ്. ഖത്വത്തിൻ അമില അത്രയും വലിയ പ്രതിഫലങ്ങൾ അവന് കിട്ടുന്നുണ്ടാണ്. പിന്നെ ഇമാമിയുടെ മുട്ട നിണ്ട എങ്കിൽ ഓരോ ചവിട്ടടിക്കും ധാരാളം പ്രതിഫലങ്ങൾ. നോമ്പെടുത്ത നിന്റെ നിസ്കരിച്ചെങ്കിത്ത പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഴിപാട്ട് പള്ളിക്ക് പോണ്ടതുക്കും പള്ളിയിലെ തൊട്ട് കുടുംബത്തിന് മടങ്ങി വേണ്ടതുക്കും പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി തന്നോണ്ടുള്ളേ. അപ്പോൾ ഇങ്ങനെ യൗമുൽ ജുമുഅത്ത മഹത്വം ബിക്കുല്ലി ഖത്വത്തിൻ അമില, പിന്നെ നോമ്പുടെ നിണ്ട് നിസ്കരിച്ചതിന് പ്രതിഫലം ഉണ്ട് ഓരോ ചവിട്ടടിക്കും. അതുപോലെ ജുമാഅത്തണ്ട് ജണ്ട് വാങ്ങാണ്. ആ ജണ്ട് വാങ്ങ് സുബഹി അല്ലാത്ത വേറൊന്നുമില്ല. സുബഹിയുടെ തഹജ്ജുദുണ്ട്, തഹജ്ജുദ വാങ്ങുണ്ട്, പിന്നൊരു വാങ്ങുണ്ട്. തഹജ്ജുദ വാങ്ങ് സുബഹിയുടെ വാങ്ങ്, ജുമാഅത്തണ്ട് ജണ്ട് വാങ്ങുണ്ട്. അതുപോലെ ഇബാദത്ത് കൊണ്ട് ശുഗലാവുക ഖതീബ് ബണ്ടവർത്തോളം. അതുപോലെ ഖിറാഅത്തുൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫ് ഓത. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. ഒരാൾ വെള്ളിയാഴ്ച രണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതിയെങ്കിൽ രണ്ട് ജുമുഅത്തിടൽ അവനക്ക് നല്ല പ്രകാശമാണ്, ഏറ്റവും നല്ല പ്രകാശം കിട്ടുക. ഇതരെയും അടുത്ത ജുമുഅത്തിടയിലുള്ള ദോഷത്തിന് പരിഹാരമാവുക. യൗമുൽ ജുമുഅത്തണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതിയെങ്കിൽ അവൻ്റെ ചെറുപ്പടിക്കാളുടെ ആകാശത്തോളം നല്ല പ്രകാശിക്കണമെങ്കിൽ പ്രകാശം പുറപ്പെടുക ബണ്ടുണ്ടാണ്. ജുമാ നാൾ രണ്ട് ഒരാൾ അൽ കഹ്ഫ് ഓതിയെങ്കിൽ 8 നാളത്തോളം അടുത്ത ആഴ്ച വരെ അവൻ കാക്കപ്പെടുക. ദജ്ജാൽ വന്നെങ്കും അവൻ്റെ ഫിത്നത്തെ തൊട്ട് കാക്കപ്പെടുന്നുണ്ടാണ്. അതുപോലെ വെള്ളിയാഴ്ച രണ്ട് ജാവുക ഒരാൾ ജുമാ സൂറത്ത് ഓതിയെങ്കിൽ അവൻ്റെയും കഅബാലത്ത് ഇടലുള്ള ജാഗ പ്രകാശിക്കുന്നുണ്ടാണ്. അത്രയും വലിയ പ്രതിഫലങ്ങളാണ്. അതുപോലെ ജുമാ നിസ്കരിച്ചാൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് മുഅവ്വിദത്തൈനി, അതുപോലെ ഫാത്തിഹ 7 വട്ടം ഓതിയെങ്കിൽ അവന് ഏറ്റവും വലിയ കാവൽ മഹത്വങ്ങൾ കിട്ടുന്നുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ജുമുഅത്തണ്ട് മഗ്രിബും വെള്ളിയാഴ്ച രണ്ട് മഗ്രിബ് നിസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി. ഇശാ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ സൂറത്ത് മുനാഫിഖീൻ സൂറത്ത് ഓതിയോണ്ടിന്ത്, ജുമാ സൂറത്തും മുനാഫിഖീൻ സൂറത്തും ഓതരെ. ഇങ്ങനെ ഓരോന്നും വെള്ളിയാഴ്ച രണ്ടുള്ള മഹത്വങ്ങൾ എത്രയാണ്. അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമ. ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ കഫാറത്താണ്, ദോഷങ്ങൾക്ക് കഫാറത്താണ്, പരിഹാരമാണ്. വൻകുറ്റങ്ങളാക്കില്ല എങ്കിൽ വലിയ പരിഹാരമാണ് ഉണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക. അതുകൊണ്ട് വെള്ളിയാഴ്ച പറയുമ്പോൾ അതുക്ക് മുന്നോലെ ബലാസരൻ്റെ ഒരുക്കം റെഡിയാവണു, തയ്യാറാവണു. നാളെ വെള്ളിയാഴ്ചയാണ്. അൽ കഹ്ഫ് സൂറത്ത് ഓതണു, സലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണു, സലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണു ഉണ്ടാണ്.
ആ വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടെങ്കിൽ ഖബർ ശിക്ഷയുടെ തൊട്ടവണ് കാക്കപ്പെടുന്നു ചൊന്ന് വന്നെങ്കിൽ ഹദീസുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ജാവും മരണപ്പെടുമ്പോ ഖാത്തമുൽ ഈമാൻ നല്ല ഈമാൻ കൊണ്ട് അവനുgu വിധിക്കപ്പെട്ടു ഖബർ ശിക്ഷയുടെ തൊട്ട് ഖബറിന്റെ ഫിത്നത്തെ തൊട്ടു അവനുgu കാവലുണ്ടാവുdu ചോദ്യം എളുപ്പമാവുdu ഉണ്ടെല്ലാം ഹദീസിൽ വന്നത് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് ഇങ്ങനെയാണ്. അതുപോലെ ഖൈറു യൗമിൻ തൊലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅത, സൂര്യൻ ഉദിച്ച നാളിൽ വെച്ച് ഏറ്റവും ഖൈറായ നാൾ ജുമാ നാളാണ്. ഫീഹി ഖുലിഖ ആദം, അണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം പ്രസവിക്കപ്പെട്ടത്. അണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിയുടെ സ്വർഗത്ത് കടത്തി അണ്ടാണ് സ്വർഗത്തെ തൊട്ട് പുറപ്പെടുവിക്കപ്പെട്ടത്. ഖിയാമത്ത് നാളിൽ ഇല്ലാ ഫീ യൗമിൽ ജുമാ നാളിലല്ലാണ്ട് ഉണ്ടാവില്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച വല്ലാത്ത നാളാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ടാണ് ഒരു വെളുത്ത കണ്ണാടിയുമായി അതിലൊരു പുള്ളിയുണ്ട്. ഇതെന്തിനാണ് കേട്ടിയത്? യൗമുൽ ജുമായാണ്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സമുദായത്തും കിട്ടിയതാണ്. അണ്ടൊരു നല്ല ടൈമുണ്ട് മുഅ്മിൻ ആ ടൈമിൽ ദ്വാർന്നാണ്ടായെങ്കിൽ അവനുക്ക് ഉത്തരം കിട്ടു. അത് യൗമുൽ മസീദാണ്, മഹത്വം കിട്ടു. യൗമുൽ മസീദാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് യൗമുൽ മസീദ്? അത് ഫിർദൗസുൽ നല്ലൊരു ചെരുവ്, നല്ലൊരു ജാഗ അള്ളാഹു സ്വർഗത്തിലാക്കിയ ഒരു മിസ്കട കുന്നുണ്ട്. ജുമാ നാളായെങ്കിൽ അവിടെ ധാരാളം മലായിക്കത്തുങ്ങ ഇറങ്ങിടാറ്. ചുറ്റും വലിയ വലിയ മിമ്പറുകളുണ്ട്, പ്രകാശത്തെ മിമ്പറുകളുണ്ട്. അവിടെ എല്ലാം വർണ്ണിക്കുക ആവാത്തങ്കെത്തതുണ്ട്. ശുഹദാ സുദ്ദീഖീങ്ങളുള്ളാർ അവരെല്ലാവരും അവിടെ തെക്കിടാറ്. റബ്ബു ചൊല്ല നിങ്ങൾ എന്ത് വേണമെങ്കിൽ കേൾക്കൊരു നാൻ തൻ്റെ നിന്റെ പൊരുത്തം ഞങ്ങൾ കേൾക്കിടാണ്ടാണ്. അപ്പം നിങ്ങളെ തൊട്ട് ഞാൻ പൊരുത്തപ്പെട്ടെ, മാത്രല്ല നിങ്ങൾക്ക് ഇനിയും ജാസ്തി ഉണ്ടുണ്ടാണ്. ഈ ആൾമാർ ഫഹും യുഹിബ്ബൂന യൗമൽ ജുമുഅ ലിമാ യൂതിഹിം ഫീഹി റബ്ബുഹു മിനൽ ഖൈർ. ഈ ആൾമാർ ജുമാ നാളിൻ്റെ ഇഷ്ടപ്പെടാറ്, സ്നേഹിക്കിടാറ്. അങ്ക് പിന്നെ ജുമാ നാളിൻ്റെ വകയാണ് ചൊല്ലുക. യൗമുൽ മസീദാണത്, യൗമുൽ മസീദ്. ജുമാ നാളിൻ്റെ ഈ ആൾമാർ സ്നേഹിക്കിടാറ്. അങ്ങനെ റബ്ബ് അങ്ക് കൊടുക്കുക ഖൈർ. അപ്പോൾ അങ്കാബിൻ്റെ മഹത്വമുണ്ട് സ്വർഗത്തിൽ ആ വാദിക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് കാണും. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് കാണ്ട്. ജുമാ നാളിൻ്റെ വഗ്യ ഖുർആനിൽ പറയപ്പെട്ടു. 7 നാളിൽ ബാക്കി നാളിൻ്റെ വഗ്യയല്ല. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാ നാളിൻ്റെ വഗ്യ ഹദീസിലുണ്ട്. അതുപോലെ ഷാഹിദിമ്മ മഷ്ഹൂദ് എന്ന് ഖുർആനിൽ വന്നവിടെ ഷാഹിദ് സാക്ഷി അത് യൗമുൽ ജുമായാണ്, മഷ്ഹൂദ് യൗമ അറഫയാണ്. അങ്ങനെയും ചൊന്നെങ്കെത്ത മഹാന്മാരുള്ളാർ. യൗമുൽ ജുമുഅത്തെ മഹത്വം അങ്ങനെയാണ്. ഞങ്ങൾക്ക് മുന്നോൽ കഴിഞ്ഞു പോയെങ്കെത്ത ആൾമാർ യൗമുൽ ജുമാ നാളുടെ തപ്പാട്ടിയാർ. അങ്ക് ജുമാ അല്ലെങ്കിൽ ഞങ്ങൾ ആഘോഷം, ഞങ്ങളെ ഇബാദത്ത് നാൾ ശനിയാഴ്ചയാണ്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയാണ്. അള്ളാഹു ഞങ്ങൾക്ക് നല്ല നാൾ തന്ന യൗമുൽ ജുമാ അതിലെ നടുൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ജുമാ തണ്ട് മുനാഫിഖീങ്ങൾക്ക് പുറത്തു മുനാഫിഖീങ്ങല്ല, യൗമുൽ ജുമാ തണ്ട് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കണാണ്ടാണ്. യൗമുൽ ജുമാ തണ്ട് ഉത്തരം കിട്ടെങ്കെത്ത ടൈമുണ്ട്, സാഅത്തുൽ ഇജാബ. ആ ടൈമുള്ള ഒരു മുസ്ലിം യോജിച്ചാണ്, ആ ടൈമുള്ള അവನು അള്ളാഹുടൊട്ടിಗೆ കേട്ടാണ്. ഇല്ല അഴ്ത്താഹു ഇയ്യാവു, അള്ളാഹു അവനുക്ക് കൊടുക്കുന്നത് ഗ്യാരണ്ടിയാണ്, ഒരു സംശയവുമില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുക്ക് കൊടുക്കടാണ്ടാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ ചൊല്ല് ഇനിയും മഹത്വങ്ങൾ അല്ലാഹ്. യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ആക്കണായെങ്കെത്ത ഇബാദാത്തുങ്ങ അണ്ടത്തെ പ്രത്യേകതകളെയാണ് ഇമാമുന സുയൂത്തി റഹിമഹുല്ല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കണേ. അണ്ട് കൊടുക്കടെങ്കെത്ത സ്വതഖത്തു തുളഅഫു യൗമൽ ജുമാ നാളിലണ്ട് സ്വതഖത്ത് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസുണ്ട്. ഹാമീം ദുഖാൻ സൂറത്ത് അണ്ടത്തെ പോൽ ജാവ് ഒരാൾ ഓതിയെങ്കിൽ ഗുഫിറ ലഹു, യൗമുൽ ജുമുഅത്തണ്ട് ജാവ് ഒരാൾ ഓതിയെങ്കിൽ അള്ളാഹു അവനുക്ക് പുറത്തു കൊടുക്കാണ്ടാണ്. ഹമീം ദുഖാൻ സൂറത്ത് ഓതിയെങ്കിൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ നല്ലൊരു വീട് അള്ളാഹു നിർമ്മാണാക്കി കൊടുക്കട. ഒരാൾ ജുമാ ജാവുൽ ദുഖാൻ സൂറത്ത് ഓതിയെങ്കിൽ അള്ളാഹു അവനുക്ക് പുറത്തു കൊടുക്കട. ഹൂറുൽ ഐൻ്റെ അള്ളാഹു അവനുക്ക് കെട്ടുവാട്ടി കൊടുക്കട. ഒരാൾ യൗമുൽ ജുമുഅത്തണ്ട് ഹമീം ദുഖാൻ സൂറത്തും യാസീൻ സൂറത്ത് ഓതിയെങ്കിൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, പൊറുക്കപ്പെട്ട രൂപത്തിൽ അവന് സുബഹിയാവുട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ട്. ഒരാൾ ആലു ഇമ്രാൻ സൂറത്ത് ഒരാൾ ഓതിയെങ്കിൽ യൗമുൽ ജുമുഅത്തണ്ട് അണ്ടത്തെ സൂര്യൻ അസ്തമിക്കടവർത്തോൽ അള്ളാഹുടെ സ്വലാത്ത്, മലായിക്കത്തര സ്വലാത്ത് അവൻ്റെ മേലുണ്ടാവുള്ളൂ. ഇങ്ങനെയെല്ലാം പലതുമാണ്, പല വ്യത്യസ്തമായ സൂറത്തുകൾ ഓതുറതിര വഗ്യ വന്നത്. അപ്പം ജുമാ നാളിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക സുന്നത്താണ്. അൽ-ഇക്താറു മിനസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഹാ വലൈലതഹാ ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, നിങ്ങൾ ഏറ്റവും നല്ല നാളാണ് യൗമുൽ ജുമുഅ. അണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം പ്രസവിക്കപ്പെട്ടത്, ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി ഇസ്ലാം വഫാത്തായി അണ്ടാണ് ഊത്തുണ്ടാവുക. അണ്ട് ഫഅക്സിറു മിനസ്സലാത്തി അലയ്യ ഫീഹി, അണ്ട് നിങ്ങൾ ധാരാളം നൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കറു ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളെ സ്വലാത്ത് നൻ്റെ മേൽ വെളിവാക്കപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അതുകൊണ്ട് യൗമുൽ ജുമുഅത്തണ്ട് അണ്ട് ജാവുക ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ല. അക്സിറു മിനസ്സലാത്തി അലയ്യ, ആ നല്ല വെളുത്ത പ്രകാശത്തെ ജാവുലു പോലു നൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലറു, അത് നൻ്റെ മേൽ വെളിവാക്കപ്പെടു. ഫമൻകാന അക്സർഹും അലയ്യ സ്വലാ, നൻ്റെ മേൽ ആറ് സ്വലാത്ത് ചെല്ലാറ നൻ്റെ മുട്ട ഏറ്റവും സ്ഥാനം അവണ് കൊണ്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി തന്നോണ്ടുണ്ട്. ഒരാൾ വെല്ലാസരണ്ട് പോൾ ജാവുൾ സ്വലാത്ത് ചെന്നെങ്കിൽ അവൻ്റെ 100 ആവശ്യങ്ങളെ അള്ളാഹു വീട്ടിക്കൊടുക്കടാണ്ട് ഹദീസിലുണ്ട്. എൽവോ ആഖിറത്ത് ആവശ്യവും 30 ദുന്യാവുടെ ആവശ്യവും അള്ളാഹു വീട്ടിക്കൊടുക്കടാണ്ട് ഹദീസിൽ ഇമാം സുയൂത്തി റഹിമഹുല്ല വിശദീകരിച്ചുകൊണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ വെല്ലാസരണ്ട ഒരാൾ 100 സ്വലാത്ത് ചെന്നെങ്കിൽ ഖിയാമത്ത് നാളിൽ അവന് വരുമ്പോൾ അവൻ്റെ മുഖത്തിൽ നല്ല പ്രകാശമുണ്ട്. ദലായിലുൽ ഖൈറാത്ത് ഇമാം സുലൈമാനുൽ ജസൂലി റഹിമഹുല്ല ഉണ്ടാക്കിയെത്ത ദലായിലുൽ ഖൈറാത്ത്, അതിൽ വെല്ലാസരണ്ടത്തെ ഹിസ്ബുണ്ട്. ആ സ്വലാത്ത് ചൊല്ലെങ്കെത്ത ആൾമാർക്ക് ബഹുമാനപ്പെട്ട ഇമാമീങ്ങ അല്ലെങ്കിൽ ദലായിലുൽ ഖൈറാത്തിലെ ഷർഹ് എഴുതിയെങ്കെത്തെ മഹാന്മാർ ചെമ്മ മഹത്വം വിശദീകരിച്ചാർ. മൊത്തത്തിൽ ദലായിലുൽ ഖൈറാത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വങ്ങൾ സൗന്ദര്യങ്ങൾ വിശദീകരിക്കേണ്ട സ്വലാത്താണ്. ആ കൂട്ടത്തിൽ വെല്ലാസര സ്വലാത്തറ വഗ്യ അതൊരാൾ എപ്പോഴും എല്ലാ ആഴ്ചയും ദായ്മയാക്കിയെങ്കിൽ സ്വീകരിക്കപ്പെട്ട ഹജ്ജറ പ്രതിഫലം, അടിമ മോചിപ്പിക്കപ്പെട്ട പ്രതിഫലം കിട്ടുന്നിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വലിയ പവർ കൊടുക്കടാണ്ടാണ്. സ്വർഗത്തിൽ നല്ല മാളികയും ഖിയാമത്തിൽ നല്ല ലിവാഉൽ ഹംദ് കീഴിൽ വണ്ട് അയാളെ മുഖം ഉണ്ണിമ ചന്ദ്രട പോലെ ഇക്കിട്, അയാളെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിച്ച രൂപത്തിൽ ഇക്കിടുന്നിട്ട് അതിലെ ഷർഹിൽ മഹാന്മാർ വിശദീകരിക്കാറ്. അപ്പോൾ അണ്ട് വെല്ലാസരണ്ട് സ്വലാത്ത് 100 സ്വലാത്ത് ഒരാൾ ചെന്നെങ്കിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ വഅലാ വജ്ഹിഹി നൂറുൻ, അവൻ്റെ മുഖത്തിൽ നല്ല പ്രകാശമാണ്. യൗമുൽ ജുമുഅത്തണ്ട് ഒരാൾ 1000 സ്വലാത്ത് ചെന്നെങ്കിൽ സ്വർഗത്തെ അവൻ്റെ സ്ഥാനം കാണാണ്ട് അവൻ മരിക്കില്ലാണ്ടാണ്. വെല്ലാസരണ്ട് 1000 സ്വലാത്ത് ചെന്നെങ്കിൽ സ്വർഗത്തിൽ അവൻ്റെ ജാഗ ഏതാണെന്ന് ദുനിയാവിൽ കണ്ടിട്ടേ മരിക്കടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് വടിപാട്ടി തന്നുകൊണ്ടുള്ളേ. ജുമാ നാളിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ 1000 സ്വലാത്ത് ചൊല്ലുക നീ മറക്കണ്ടാണ്ടാണ്. നണ്ടൊട്ടിಗೆ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന സ്വഹാബി ചൊന്നുണ്ട് സെയ്ദ് ഇബ്നു വഹബ് വിശദീകരിക്കൽ ഇമാം അബൂ നുഐം ഹില്യത്തിൽ ചൊന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ നബിയിൽ ഉമ്മി ചൊല്ല ഈ സ്വലാത്ത് 1000 വട്ടം ചൊല്ലുക നീ മറക്കണ്ടാണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്നിട്ടിന്താണ്. അതുപോലെ വെല്ലാസറുണ്ടാക്കുകയായ സൽക്കർമ്മങ്ങൾ ആക്കാൻ പറ്റിയത് അണ്ടൊരാൾ നിസ്കരിക്കട, നോമ്പെടുക്കട, മുന്നോളും പിന്നെയും കൂട്ടിയിട്ട് രോഗി സന്ദർശിക്കട, ജനാസ സന്ദർശിക്കട, അതുപോലെ നിക്കാഹ് കൂടിയിട്ടുണ്ടായെങ്കിൽ വജബത്തുലഹുൽ ജന്ന. ഈ സൽക്കർമ്മങ്ങളെല്ലാം ആക്കുമ്പോൾ അവനക്ക് സ്വർഗം കിട്ടുന്നിട്ടാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇങ്ങനെ പലതും യൗമുൽ ജുമുഅത്തെ മഹത്വമായി മഹാന്മാർ നമുക്ക് എണ്ണിത്തന്നോണ്ടുള്ളാർ, മനസ്സിലാക്കി തന്നോണ്ടുള്ളാർ. ജുമുഅ അത് വലിയ മഹത്വമുള്ളതാണ്. അണ്ട് ധാരാളം സ്വലാത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ചൊല്ലണായ ആ സലാത്ത് കത്തരയും പ്രതിഫലമുണ്ട്. അതുപോലെ അണ്ടത്തെ ജാവ് പോള്ളു ഖബർ സിയാറത്ത് നടത്താം. മാതാപിതാക്കളെ അല്ലെങ്കിൽ അങ്ങനെപ്പെട്ട ഒരാളെ ഖബർ എല്ലാ ജുമുഅയിലും ഒരാൾ സിയാറത്താക്കിയെങ്കിൽ സന്ദർശിച്ചെങ്കിൽ അവനക്ക് പൊറുക്കപ്പെട്ടിട്ടാണ്. അവൻ്റെ ഗുണവാൻ ഉമ്മ അബ്ബ ഗുണാക്കിയെങ്കിൽ താൽമാരെ കൂട്ടത്തിൽ എണ്ണപ്പെടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം തബറാനി ഔസത്തുൽ റിപ്പോർട്ടാക്കണമെങ്കിൽ ഹദീസാണ്. അതുപോലെ മരിച്ച ആൾമാർ അങ്ങളെ സിയാറത്താക്കുമ്പോൾ അങ്ങളെ ആ സിയാറത്ത് മരണപ്പെട്ടു പോയ ആൾമാർക്ക് ഗൊന്താവിടുണ്ടാണ്. ഇങ്ങനെ പലതും യൗമുൽ ജുമുഅത്ത് മഹത്വമായിട്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലാ കിതാബിൽ വിശദീകരിച്ചുകൊണ്ടുണ്ട്. യൗമുൽ ജുമുഅത്തുണ്ട് പ്രത്യേകമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുകൊള്ള ശ്രമം ഞങ്ങളെ മുട്ട ഉണ്ടാവണമുണ്ടാണ്. നിരന്തരമായ സ്വലാത്ത് യൗമുൽ ജുമുഅത്തുണ്ട് മരിക്കണമെങ്കിൽ ആൾക്കും വലിയ പ്രതിഫലം കിട്ടു, വലിയ മഹത്വം കിട്ടുന്നുണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വടിപാട്ടി തന്നോണ്ടുള്ളേ. അതുപോലെ അണ്ട് ജഹന്നമിടെ വായിൽ തുറക്കപ്പെടില്ലേ. ഇങ്ങനെയും ഹദീസിൽ കാണ്ട്
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഖമീസ് 2 യാത്ര പോകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അണ്ടത്തെ ജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ യാത്ര വേലാസ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയോണ്ടിരുന്നത് ഖറജ യൗമുൽ ഖമീസ് ഉണ്ടാ അതെ വേലാസ 2 ജാവുക വേലാസ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിക്കൊണ്ടിരുന്നത് യാത്ര പോയോണ്ടിരുന്നത് യൗമുൽ ഖമീസ് യാത്രക്ക് സുന്നത്താണ്. അതുപോലെ ജുമാ നാളിലുണ്ട് ഒരാൾ കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ട് ആ നിസ്കാരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫമർ 1000 വട്ടം ഓതിയെങ്കിൽ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമി അയാളെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ കാണ്ട് ചൊന്നിട്ട് ഇമാം സുഹരി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ടാക്കപ്പെട്ട സംഭവമുണ്ട്. ലൈലത്തുൽ ജുമുഅത്തണ്ട് കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് 1000 വട്ടമായി പൂർത്തിയാക്കിയെങ്കിൽ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമി അയാളെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധ്യമാവുണ്ടാണ്. അപ്പോൾ യൗമുൽ ജുമുഅത്തുള്ള ഇങ്ങനത്തെ മഹത്വങ്ങളാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങൾക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളേ. ഇങ്ങനെ എന്തെല്ലാമാണ്, ധാരാളമുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദുആ അത് നടത്തിയെങ്കിൽ അവനുക്ക് ഉത്തരം കിട്ടു. വെള്ളിയാഴ്ച 2 ദുആ നടത്തുമ്പോൾ ഉത്തരം കിട്ടുന്നിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നൊരു ഹദീസ് കാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ എല്ലാ നാളുടെയും ഇങ്ങനെ കടത്തറ ഓരോ നാളും പണ്ട് ജുമാ നാൾ നല്ല പ്രകാശിക്കട പുഷ്പം പോലെ പ്രകാശിക്കും പോലെ പണ്ട് അതിരാൾമാർ അതിര മുട്ട പോയി പൊതിരാറുണ്ടാണ്. ഒരു പുതിനാരുടെ മുട്ട പോയി അയാൾ പുതിയാപ്പിള പൊതിയും പോലെ പോണ്ടാറ് അങ്കത് പ്രകാശിക്കിട് അതിലെ പ്രകാശത്തിൽ അങ്ങ് നടക്കിടാറുണ്ടാണ്. നല്ല പ്രകാശമാണ്, നല്ല കളറാണ്, നല്ല വെളുത്ത കളറാണ്, നല്ല മണം, മിസ്കിട മണം പോലെ കസ്തൂരിൻ്റെ മണം പോലെ പണ്ടുണ്ടാണ്. നല്ല കസ്തൂരിൻ്റെ മണമാണ്. സ്വർഗത്ത് കാണങ്ങ പോണ്ടേ അങ്ങളൊട്ടിക പ്രതിഫലത്തിൽ കൂടിറങ്ങ കൂലി ആഗ്രഹിച്ച് ബാങ്കൊടുത്തെങ്കിൽ താൾമാർ മാത്രമാണ്. ഇങ്ങ 2 കൂട്ടറും ഒട്ടികെ സ്വർഗത്ത് കടന്നു പോണ്ടെങ്കത്ത നല്ല രംഗം യൗമുൽ ജുമുഅത്ത് ആദരിച്ചെങ്കിൽ താൾമാർക്ക് ഉണ്ടാവുടുണ്ട് ഹദീസിൽ കാണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 101ഓളം ഖുസൂസിയത്ത് പ്രത്യേകത ആ കിതാബുൽ മഹാൻ വിശദീകരിച്ചുകൊണ്ടുണ്ട്. വളരെ സംക്ഷിപ്തമായിട്ടാണ് ഞാനത് വായിച്ചത്. യൗമുൽ ജുമുഅത്തെ ಬಗ್ಗೆ ഇനിയും ധാരാളം ഞങ്ങൾ പഠിക്കുകൊണ്ടു. ധാരാളം സംഭവങ്ങൾ ഇമാമീങ്ങ ഞങ്ങളെ കിതാബിൽ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നിറാറ്. ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു രചിച്ചെങ്കത്ത ഗ്രന്ഥാണ് ഞാൻ നേരത്തെ ചൊന്ന്. പിന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജുമാ നാളുടെ ಬಗ್ಗೆ രചിച്ചെങ്കത്ത ഗ്രന്ഥം നൂറുൽ ലംഅ ഫി ഖസായിസിൽ ജുമുഅ ചൊല്ല കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ യൗമുൽ ജുമുഅത്തണ്ടും അണ്ടത്തെ ജാവലും ധാരാളം സ്വലാത്ത് ചൊല്ലുകൊള്ള ശ്രമം നടത്തുക. എന്ത്ര ഡ്യൂട്ടിന്നെങ്കും എന്ത്ര സ്വറയിന്നെങ്കും ഒരൽപ്പം മാറ്റിവെച്ച് അണ്ട് ഈ ഇബാദത്തുക്ക് വേനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ആഴ്ചയിൽ ഒരു നാൾ വലിയ ഗൗരവത്തിൽ അതുപോലെ വലിയ ആഘോഷമായി കൊടുത്തെങ്കത്ത ആ നാൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുകയും ഇബാദത്ത് കൊണ്ട് നുറക്കുകയും ഏറ്റവും ഉപരി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് നാവ് പച്ചയാക്കുകയുള്ള ശ്രമമാണ് ഏതൊരു മുഅ്മിനും നടത്തണായ അർജന്റാക്കുകയല്ല. അതുപോലെ അവസാനം വന്നിട്ട് ഫസ്റ്റ് ഓടിപ്പോണ്ടെങ്കിത്തൊരവസ്ഥ അതും ശരിയല്ല. അതെല്ലാം ഒഴിവാക്കി യൗമുൽ ജുമുഅത്തുക്ക് സല്ലൊനായ കൊടുക്കണായെങ്കത്ത അർഹമായ എല്ലാവിധ ഗൗരവവും മര്യാദയും അദബും അവന് കൊടുത്തു നല്ലൊരു മുഅ്മിനായി ജീവിക്കുകയുള്ള ശ്രമമാണ് നടത്തണായ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നമുക്ക് പഠിപ്പാട്ടി തന്നരെ. അതെല്ലാം പാലിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി